ഇങ്ങനെ തിരിക്കുക, ഊരിയെടുക്കുക. ഇതാണ് സംഭവം. അപ്പോൾ ദേ നമ്മളിവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ദേ ഈ ഒരു സാധനം കാണാനായിട്ടാണ് അല്ലേ. ഇതെന്താണ് സംഭവം? ഇത് അബിയാണ്. അബിയു. ഓ, അടിപൊളിയാണല്ലോ. ഇത് എന്തൊക്കെ വെറൈറ്റി ഉണ്ട്? അപ്പുറത്തൊക്കെ നിൽക്കണ ഇത് 8-9 വെറൈറ്റികളൊക്കെ വരും. ഒരുപാട് വെറൈറ്റി ഉണ്ട്. പിന്നെ ചേണ്ടയിൽ എത്ര വെറൈറ്റി ഉണ്ട്? എൻ്റെ പരമാവധി വെറൈറ്റി ഞാൻ ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും പോയിട്ട് നമുക്ക് ഏതെല്ലാം വെറൈറ്റികൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് ഒന്നും വലിയ മാറ്റങ്ങളില്ല, കളറിൽ മാറ്റമില്ല, പിന്നെ ഷേപ്പിൽ മാറ്റം ഉണ്ടാവും, തൂക്കത്തിൽ മാറ്റം ഉണ്ടാവും. എന്തായാലും എന്റെ ഉൾഭാഗം കാണാൻ, ഉൾഭാഗത്തിൽ ചെറിയ മാറ്റം. കാണാത്തവർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും, അത് കാണിക്കാം. അതിവിടെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ എത്ര വർഷമായതായിരിക്കും ഈ ഒരു മരം? 2 വർഷം കൊണ്ട് ഉണ്ടാവും. ഇത്രയൊക്കെ തന്നെ 2 വർഷം കൊണ്ട് ഇത്രയും വലുതാവും? ചെറിയ വളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 വർഷത്തിൽ ഇതുപോലെ ഫ്രൂട്ട് ഉണ്ടാവും. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഇതൊന്ന് കഴിച്ചു നോക്കാം. എന്തായാലും ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും. കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം, ഉത്ഭവം കാണിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് മുറിച്ച് നോക്കാം. ടച്ചാകുമ്പോൾ നമുക്കറിയാലോ. ഇങ്ങനെ തിരിക്കുക, ഊരിയെടുക്കുക. ഇതാണ് സംഭവം. ഇനി ഇത് കഴിക്കണമെങ്കിൽ സ്പൂൺ എടുക്കുക, ഇങ്ങനെ കോരിയെടുക്കുക അല്ലേ? അതെ, കഴിച്ചാൽ മതി. നമ്മൾ മറ്റേ കരിക്കൊക്കെ കഴിക്കുമ്പോൾ. അപ്പൊ ഇനി ചോദിക്കാനുള്ള കാര്യം, നമ്മുടെ ഈ അബിയുവിന്റെ തൈ വേണ്ടവര് എന്താണ് ചെയ്യേണ്ടത്? അബിയുവിന്റെ തൈ വേണ്ടവർ നമ്മളത് ജയിന്റ് ആണ്, സെറ്റ് 4 ആണെന്ന് പറഞ്ഞ സീഡ്ലിങ്ങിൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. അതെ, ആ സീഡ്ലിങ് മുളച്ച് വരുമ്പോൾ ചിലപ്പോൾ സെറ്റ് 4 ആവും, ചിലപ്പോൾ SN ആവും, ചിലപ്പോൾ GN ആവും, ചിലപ്പോൾ ജയന്റ് ആവും. അത് ക്രോസ് പോളിനേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഏത് നട്ടാൽ ഏതുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും അബിയുവിന്റെ തൈ ചോദിച്ചാൽ ചേണ്ടയിലുണ്ട്. നമ്മുടെ ഇലകളൊക്കെ കണ്ടിട്ട് ഇലകൾക്ക് ചെറിയ ഡിഫറൻസ് ഉള്ളത്. കൂടുതൽ തൈ, ഇപ്പോൾ 3-4 തൈ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതിൻ്റെ ഇലകൾ നോക്കുക, അതിന് നീളം, വലിപ്പം, ചുളുക്ക് ഇതൊക്കെ മാറ്റിയിട്ട് ചേഞ്ച് ചെയ്ത് വാങ്ങി വയ്ക്കുക.